ഇവിടെ നമ്മുടെ സർവീസ് സെൻറ്ററിൽ വന്ന സ്പെയർ റിസീവ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ പറഞ്ഞു തരുന്നത്. ഇതിപ്പം നമ്മുടെ ഈ ജോബ്സിലാണ് കിടക്കുന്നത്. ഇത് നമ്മൾ താഴെയുള്ള ഈ സർവീസിൽ നിന്ന് എഴുതിയേക്കുന്നതിനകത്ത് നിന്ന് നമ്മളത് ഇൻവെൻട്രി ആക്കുക. പർച്ചേസ് റെസിപ്റ്റ്സ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ ഞാൻ വന്ന പാർട്സ് എല്ലാം റിസീവ് ചെയ്താണ് ഈ പോസ്റ്റഡ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ എടുക്കുക. അതായത് നമ്മുടെ ഇൻവെൻട്രിയിലേക്ക് ഇത്രയും സ്പെയറുകൾ അത് കയറിയിട്ടുണ്ട്. ഇനിയുള്ളത് ഡ്രാഫ്റ്റായിട്ട് എടുക്കുന്ന ഈ ഒരു ഇൻവോയ്സ് നമ്പർ ലാസ്റ്റ് 3674 എനിക്കിവിടെ റിസീവ് ആയിട്ടുണ്ട്. ഞാനിത് എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്. വന്ന പാർട്ട് കോഡും വന്ന ക്വാണ്ടിറ്റിയും എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഇൻവോയ്സിലുള്ള GR നമ്പർ എഴുതിയേക്കുന്ന നമ്പറിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഓൾറെഡി ഞാൻ കുറച്ച് പാർട്സ് ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ വന്ന ഈ ഒരു പാർട്ട് നെയിം നോക്കാം. DXൻ്റെ PXB ഇവിടെ വന്നേക്കുന്നതാണ്. ക്വാണ്ടിറ്റി 4 ക്വാണ്ടിറ്റി ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ഈ ഫ്രഷ് ക്വാണ്ടിറ്റി ഉള്ള ആ ലിസ്റ്റ് അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വിൻഡോ ഓപ്പൺ ആവും. ഓക്കെ, ഇതിൽ ഈ വരുന്നതിനകത്തിൽ ഫ്രഷ് ക്വാണ്ടിറ്റി ഇവിടെ ബിൽഡ് ക്വാണ്ടിറ്റി 4 എനിക്കിവിടെ റിസീവ് ചെയ്തിട്ടുണ്ട് 4 എണ്ണം. ഞാനിവിടെ 4 കൊടുക്കുകയാണ്. ബാക്കി ഡിഫക്റ്റീവ് ക്വാണ്ടിറ്റി ഷോർട്ട് ക്വാണ്ടിറ്റി ഇത് 0 ആണ്. കാരണം എനിക്കിവിടെ വന്ന പാർട്സിൽ മിസ്മാച്ചോ വേറെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ട് നമുക്കിത് 7 ക്ലോസ് കൊടുത്താൽ മതി. അഥവാ നമുക്കിവിടെ വന്ന പാർട്സ് ഷോർട്ട് ആണെങ്കിൽ ഇവിടെ റിസീവ് ആയിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ക്വാണ്ടിറ്റി 2 ആണെങ്കിൽ മറ്റേത് ഷോർട്ട് ആണെങ്കിൽ 2 കൊടുക്കുക. അതല്ല 4 വന്നിട്ടില്ലെങ്കിൽ നമ്മളിവിടെ ഷോർട്ട് ക്വാണ്ടിറ്റി 4 കൊടുക്കുക. വന്ന പാർട്ട് ഡിഫക്റ്റീവ് ആണ്, അതിപ്പോൾ നമ്മൾ യൂസ് ചെയ്താലേ അറിയത്തുള്ളൂ. ഇപ്പം വന്ന ഇതിൽ നമ്മൾ ഈ ഷോർട്ട് ക്വാണ്ടിറ്റി ഇപ്പോൾ വന്നിട്ടില്ലെങ്കിൽ നമ്മളത് 4 കൊടുക്കുക. അല്ലെങ്കിൽ ഫ്രഷ് ക്വാണ്ടിറ്റി കുറച്ച് കൊടുക്കുക. അതായത് വന്ന രീതിയിൽ ഇപ്പോൾ 1 വന്നിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ക്വാണ്ടിറ്റി 1 തന്നെ കൊടുക്കുക. ബാലൻസ് 3 ഷോർട്ട് ക്വാണ്ടിറ്റി തന്നെ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ എനിക്കിവിടെ സ്വിസിയിൽ വന്നതിനകത്ത് 4 ഫ്രഷ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ 4 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിഫക്റ്റീവ് ക്വാണ്ടിറ്റി 0 ആണ്, ഷോർട്ട് ക്വാണ്ടിറ്റി 0 ആണ്. 7 ക്ലോസ് കൊടുക്കുകയാണ്. ഓക്കെ, എനിക്കിവിടെ വന്ന ആ ഇൻവോയ്സിൽ വന്ന 4 ക്വാണ്ടിറ്റി സ്പെയറിൽ 4 സ്പെയറിൽ എനിക്ക് ഇവിടെ വന്നിട്ടുണ്ട്, റിസീവ് ആയിട്ടുണ്ട്. ഞാനിവിടെ ഹോൾ ടിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ ഇൻവെൻട്രിയിലേക്ക് സ്പെയർ കയറത്തുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ 7 ക്ലോസ് കൊടുക്കുക. ഓക്കെ, ആ 3674 പറയുന്ന ഇൻവോയ്സ് നമുക്കിവിടെ പോസ്റ്റ് ഇടുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതായത് നമ്മുടെ ഇൻവെൻട്രിയിലേക്ക് നമ്മൾ ഇപ്പോൾ റിസീവ് ചെയ്ത അത് നമ്മുടെ സർവീസിലേക്ക് വന്ന സ്പെയർ നമ്മുടെ ഇൻവെൻട്രിയിലേക്ക്, അതായത് സിസ്റ്റം വൈസ് നമ്മുടെ ഇൻവെൻട്രിയിലേക്ക് കയറിയിട്ടുണ്ട്.